അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെമ്മറി ടെസ്റ്റ് ആണ്. ഈ മെമ്മറി ടെസ്റ്റ് കുട്ടികളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മാക്സിമം എല്ലാവരും ഇത് എൻജോയ് ചെയ്ത് കളിക്കാൻ ശ്രമിക്കും. അപ്പൊ മെമ്മറി ടെസ്റ്റിന് വേണ്ടി നമുക്ക് വേണ്ടത് കുറച്ച് സാധനങ്ങളാണ്. അപ്പൊ ഞാനിന്ന് എടുക്കാൻ പോകുന്നത് രണ്ട് കളർ ഹൈലൈറ്റേഴ്സും, ഒരു പീസ് കാർഡ്ബോർഡ്, പിന്നെ ഒരു ചെറിയ ബുക്ക്, പിന്നെ ഒരു ബ്ലാക്ക് ഇങ്കും ബ്ലൂ ഇങ്കും, 2 പെന്ന്, പിന്നെ ഒരു പേപ്പർ വെയിറ്റ്, ഒരു സിസേഴ്സ്, പിന്നെ ഒരു ഇയർപോഡും, ഒരു ചെറിയ പീസ് കാർഡ്ബോർഡും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഗെയിം കളിക്കാൻ നോക്കാം. ഇതില് ഫസ്റ്റ് ലെവലിൽ നമ്മൾ 3 സാധനങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാം. സെക്കൻഡ് ലെവലില് 5 സാധനങ്ങൾ വെച്ചിട്ടും, തേർഡ് ലെവലില് ഫുൾ കളക്ട് ചെയ്ത എല്ലാ സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഗെയിം ചെയ്യാം. ആദ്യം നമ്മൾ 3 സാധനങ്ങൾ നമ്മുടേതായ ഒരു ഓർഡറിൽ വെക്കും. എന്നിട്ട് അത് കുട്ടിക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇവിടെ ഈ ബുക്കും ഒരു ഹൈലൈറ്ററും പിന്നെ പേപ്പർ വെയിറ്റാണ് എടുക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ വെച്ചു. എന്നിട്ട് കുട്ടിയോട് നമ്മളത് എങ്ങനെ ഇരിക്കണമെന്ന് ശ്രദ്ധിക്കാൻ പറയാം. ഇപ്പൊ നോട്ട് ചെയ്തത് എങ്ങനെ വെച്ചിരിക്കണെന്ന്. പിന്നെ നമ്മളൊരു ബുക്ക് കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു കാർഡ്ബോർഡ് പീസാണ് എടുത്തിട്ട് ഇത് മറച്ചു വെച്ചിട്ട് ഇതിന്റെ ഓർഡർ നമ്മൾ മാറ്റും. ഇത് നമ്മള് കുട്ടീനെ കൊണ്ട് ഇത് നേരം പോലെ എത്തിക്കണം. അപ്പൊ ഞാൻ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരം പോലെ വെക്കണേ. ഇപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ആദ്യം എങ്ങനെയാണ് വെച്ചത് അതേപോലെ വെച്ചിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് ലെവലില് 5 സാധനങ്ങളാണ് വെക്കാൻ പോകുന്നത്. അപ്പൊ 5 സാധനങ്ങൾ വെക്കട്ടെ. ഇപ്പൊ സെക്കൻഡ് ലെവലിലും കറക്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ലെവലില് എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാം. തെറ്റിയില്ലേ? പച്ച ഇവിടെയും ഇത് ഇവിടെ അല്ലേ ചേർന്ന്. ഇതേപോലെയാണ് നമ്മള് മെമ്മറി ടെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ 4th ലെവലാണ് ചെയ്യുന്നത്. 4th ലെവൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മളിതിൽ കുറച്ച് സാധനങ്ങൾ വെക്കുന്നത്. ഇതിൽ മൊത്തം 9 സാധനങ്ങളുണ്ട്. ഞാൻ അതിൽ 5 എണ്ണേ സെലക്ട് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഈ ബുക്കും 2 പെന്നും ഈ കാർഡ്ബോർഡ് പീസും മാറ്റി വെക്കാം. ഇതിൽ ഈ 5 എണ്ണം നമ്മൾ ഓർഡറിൽ വെച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ അവര് ഡിസ്ട്രാക്ട് ചെയ്യണം. അതായത് അല്ലെങ്കിൽ നമ്മൾ ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ അത് എങ്ങനെ ഇരിക്കണം അവർ മൈൻഡിൽ ഉണ്ടാവും. പിന്നെ അവർ അതേപോലെ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അതേപോലെ വയ്ക്കും. പക്ഷെ നമ്മൾ അവരോട് സംസാരിച്ച് അവരെ ഡിസ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ അവരോട് ആദ്യം വെച്ച പോലെ നമ്മൾ റീഅറേഞ്ച് ചെയ്തത് പഴയ പോലെ വെക്കണം. അപ്പൊ അവര് കറക്റ്റ് വെക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ വെക്കട്ടെ. കേട്ടോ, ഓർമ്മ ഉണ്ടോ? ഇപ്പൊ വെച്ചത് ഓർമ്മ ഉണ്ടോ? ഫസ്റ്റ് ലെവലിൽ നമ്മൾ കളിച്ചില്ലേ? ഫസ്റ്റ് ലെവലിൽ നമ്മൾ ഏതൊക്കെ സാധനങ്ങളാണ് വെച്ചത്? എത്ര എണ്ണം വെച്ച് ഫസ്റ്റ് ലെവലില്? ഏതൊക്കെയായിരുന്നു അത്? 2 മാർക്കർ, ഒരു കത്രിക. സെക്കൻഡ് ലെവലിലോ? സെക്കൻഡ് ലെവലില് ആ 2 മാർക്കറും കത്രികയും കാർഡ്ബോർഡും പിന്നെ ബുക്കും എയർപോർട്സും ബ്ലൂയിങ്ങും ബ്ലാക്ക് ഇങ്കും പിന്നെ മറ്റേ ടോട്ടൽ നമ്മൾ എത്ര സാധനങ്ങളുണ്ട് ഇതില്? 5. ഇതിലല്ല, മൊത്തം നമ്മൾ എത്ര സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഈ മെമ്മറി ടെസ്റ്റ് ചെയ്തത്? 9. അത് ഏതൊക്കെയാ പറയുക? ഏതൊക്കെ സാധനങ്ങൾ?
Simple അല്ലേ? ആ 2 സ്കെച്ചും പിന്നെ ബുക്കും ഒരു എയർപോർട്സും ബ്ലാക്കിങ്ങും ബ്ലൂയിങ്ങും പിന്നെ മറ്റേ വെക്കണ സാധനം പിന്നെ കാർഡ്ബോർഡും. ഇനി അത് റീഅറേഞ്ച് ചെയ്യാം. അതേപോലെ ആക്കണം. കറക്റ്റ് ആയിട്ടാണ് പഠിച്ചത്. ഇങ്ങനെയാണ് നമ്മൾ മെമ്മറി ടെസ്റ്റ് കളിക്കുന്നത്. അപ്പൊ ഈ മെമ്മറി ടെസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കണം. ഇതേപോലെ വീട്ടിലുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളും മെമ്മറി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മെന്റേഴ്സിന് അത് അയച്ചു കൊടുക്കും.